യൂഷ്വൽ പാറ്റേണിൽ നിന്നും നമ്മുടെ കോട്ടൺ ഫാബ്രിക്കിൽ കുറച്ച് ചേഞ്ച് വരുത്തിയുള്ള കളക്ഷനാണ്. അതായത് ഇതുണ്ടല്ലേ, അതൊരു ത്രെഡ് വീവിങ് ഓൾ ഓവർ കൊടുത്തിട്ടുണ്ട്. യോക്കിൽ വരുമ്പം കോൺട്രാസ്റ്റ് അല്ല, ഒരു കോട്ടൺ ഹെക്കോബ പാച്ച് കൊടുത്തിട്ട് അതിൽ ബ്രഷ് പെയിൻ്റ് ആണ്, ഹാൻഡ് ബ്രഷ് പെയിൻ്റ് ആണ്, നാച്ചുറൽ കളേഴ്സ് കൊണ്ടുള്ള ഹാൻഡ് ബ്രഷ് പെയിൻ്റ് ആണ് അതിൽ യൂസ് ചെയ്തിരുന്നത്. ചെറിയ ചെറിയ സീക്വൻസിങ് ഡാർക്ക് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് യൂസ് ചെയ്തിരുന്നില്ലേ. അതിൽ ഫുള്ള് നോർമലി പ്ലെയിൻ ആയിട്ടായിരിക്കും കോട്ടൺ വരിക, അതിൽ അല്ലെങ്കിൽ കോട്ടൺ ഹെക്കോബ നമ്മൾ കാണിക്കും. ഇതിൽ ഇതുണ്ട് ഒരു ത്രെഡ് വീവിങ് ആണ്, ഒരു വെർട്ടിക്കൽ പാറ്റേൺ, അതിലാണ് ഈ ഒരു പാച്ച് വർക്ക് അറ്റാച്ച് ചെയ്തേക്കുന്നത് വിത്ത് ലേസ്. സോ ഇതേപോലെ വരും. നല്ല വിഡ്ത്ത് ഉണ്ട് ഫാബ്രിക്കിന്, ഡാർക്ക് ഷീഡ്സ് ഫ്രണ്ടിലും ബാക്കിലും. ഇത് ഇങ്ങനെ സ്ട്രൈപ്സ് അല്ല കേട്ടോ, ഇതൊരു വീവിങ് ആണ്, ഒരു ത്രെഡ് വീവിങ് ആണ് ഓൾ ഓവർ ചെയ്തേക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ത്രെഡ് വീവിങ് വിത്ത് യോക്കിൽ ആ ഒരു പാച്ച് വർക്ക്, കോട്ടൺ ഹെക്കോബ പാച്ച് വിത്ത് ഹാൻഡ് ബ്രഷ് പെയിൻറ് യൂസ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ വരും. ടോപ്പ് സമ്മർ ബേസ്ഡ് കളക്ഷനാണ്. കോട്ടൺ ചെക്സിലാണ് ദുപ്പട്ട വന്നേക്കുക, അതിലും ഹാൻഡ് ബ്രഷ് പെയിൻറ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. സെയിം കളർ, വളരെ നമ്മുടെ ഷിഫോണിൻ്റെ ആ ഒരു ട്രാൻസ്പെറൻസിയും ആ ഒരു നല്ല തിന്നാണ്, നല്ല ലൈറ്റ് വെയ്റ്റ് സോഫ്റ്റ് ആണ് ഇത് യൂസ് ചെയ്യാൻ. ദുപ്പട്ട വന്നിട്ട് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയാണ് ബോട്ടോ. ഇതാണ് അടുത്ത കളർ വന്നിരിക്കുന്നത്. അതിലെ ഇതിലെ ബ്രഷ് പെയിൻറ്റിൽ ഓറഞ്ചും ലെവൻഡറും ഒരു കൈൻഡ് ഓഫ് പ്ലം കളറുമാണ് ആ ഒരു ബ്രഷ് പെയിൻറ്റിൽ യൂസ് ചെയ്തിരുന്നത്. യോക്ക് പോർഷനിലാണ് ബ്രഷ് പെയിൻറ്റ് വരുന്നത്, ബാക്കി ഫുള്ളും ത്രെഡ് വർക്ക് ആണ്. സ്ട്രൈപ്സ് അല്ല, ത്രെഡ് വീവിങ് ആണ് ദുപ്പട്ട. ദുപ്പട്ടയിൽ വരുമ്പം 4 ബോർഡേഴ്സിലും സെയിം ഹാൻഡ് ബ്രഷ് പെയിൻറ് ആൻഡ് താഴെ ഭാഗത്ത് ടോപ്പിൻ്റെ അതേ പാച്ച് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ലുക്ക്. സോ അടുത്ത കളർ ഷെയ്ഡ് ഇതാണ് വന്നിരിക്കുന്നത്. 5 കളർ ഷെയ്ഡ്സ് ഉണ്ട്. യൂഷ്വലി 4 ഒക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള ഐറ്റംസ് വരും. ഇതിൽ 5 ഷെയ്ഡ്സ് ഉണ്ട്. ദുപ്പട്ട വളരെ കംഫോർട്ടാണ്, ലൈറ്റ് വെയ്റ്റ് സോഫ്റ്റ്. ലൈറ്റ് ഇതുണ്ട്, ചെക്ട് പാറ്റേൺ കണ്ടോ, ഇതിൽ ഓൾ ഓവർ ചെക്ട് പാറ്റേൺ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട വിത്ത് ബ്രഷ് പെയിൻറ്. താഴ്ഭാഗത്ത് ടോപ്പിൻ്റെ അതേ ഫാബ്രിക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ടോപ്പിൽ വരുമ്പം ഇതുപോലെ ഹാൻഡ് ബ്രഷ് പെയിൻ്റ് ആണ് യോക്കിൽ. ഇത് നമ്മുടെ ബ്ലാക്ക് കളർ, ഇതിലെ ഹാൻഡ് ബ്രഷ് പെയിൻറ്റിൽ ബ്ലൂ ആൻഡ് പീച്ചിൻ്റെ കോമ്പിനേഷൻ. സ്റ്റെമ്മിൽ യെല്ലോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ് കൊടുത്തേക്കുക. കോട്ടൺ ഫാബ്രിക്. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാഷ് ചെയ്യുക. മാക്സിമം കളർ ഗാർഡ് യൂസ് ചെയ്തു. ഹാൻഡ് ബ്രഷ് പെയിൻ്റ് ആണ്, അപ്പം മാക്സിമം ദുപ്പട്ടയൊക്കെ ഒത്തിരി വാഷ് ചെയ്യാൻ നോക്കുക. ഹാൻഡ് ബ്രഷ് പെയിൻറ്റിൻ്റെ ഐറ്റമാണ് ദുപ്പട്ടയിൽ കൊടുത്തേക്കുക. ടോപ്പിൽ യോക്ക് പോർഷൻ മാത്രം. ആൻഡ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 1295. സോ ലാസ്റ്റ് വൺ വന്നേക്കുന്ന ഒരു റെഡ് ബേസ്ഡ് കളറാണ് വന്നേക്കുക. അതിൽ വന്നിട്ടും എല്ലാത്തിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് ആ ഒരു ഹാൻഡ് ബ്രഷ് പെയിൻറ്റിൽ യൂസ് ചെയ്തേക്കുക വിത്ത് ചെറിയ ചെറിയ സീക്വൻസിങ് പാറ്റേൺ. വളരെ ലൈറ്റ് വെയ്റ്റ് ദുപ്പട്ട. മെയിൻ ഹൈലൈറ്റ് ഈ ഒരു ദുപ്പട്ടയാണ്, നല്ല സോഫ്റ്റ് ആണ്. ചെറിയ ചെക്ട് പാറ്റേൺ വരുന്നുണ്ട്. കോട്ടൺ ഫാബ്രിക്, എല്ലാം കോട്ടൺ ടു കോട്ടൺ ആണ്. അതായത് ടോപ്പ് ദുപ്പട്ട ബോട്ടം എല്ലാം കോട്ടൺ ഫാബ്രിക് ആണ്. ദുപ്പട്ട കോട്ടൺ ചെക്സിലാണ് വരുന്നത്. ലൈറ്റ് വെയ്റ്റ് ദുപ്പട്ടയാണ്. അപ്പോൾ ഇത്രയും കളേഴ്സേ ഉള്ളൂ. താങ്ക് യു.